ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 ദോലനങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓസിലേഷൻസ് അത് കൂടുതലും അറിയുന്ന കാര്യങ്ങളാണ്. കുറച്ച് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നും അതിൻ്റെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പഠിക്കാം നമുക്കിന്ന്. അപ്പോൾ എന്താണ് ക്രമാവർത്തന ചലനങ്ങൾ എന്ന് പറയുന്നത്? പീരിയോഡിക് മോഷൻസ് എല്ലാവർക്കും അറിയാറില്ലേ? തുല്യ ഇടവേളകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചലനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ക്രമാവർത്തന ചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യന് ചുറ്റും ഭൂമിയുടെ ചലനം, ഘടികാര സൂചിയുടെ ചലനം, വാഹനത്തിലെ വൈപ്പറിൻ്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം, ഇതെല്ലാം എന്താണ്? ക്രമാവർത്തന ചലനമാണ് അല്ലേ? ഒരു സന്തുലിതാവസ്ഥയിലിരിക്കുന്നത്. ഇത് ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് അല്ലേ? തുല്യ ഇടവേളകളിലായിരിക്കും ഇതിൻ്റെ ചലനം എന്ന് പറയുന്നത്. ഒരു സന്തുലിത സ്ഥാനത്തിൻ്റെ ഇരുവശങ്ങളിലേക്കുമായി മുന്നോട്ടും പിന്നോട്ടുമുള്ള വസ്തുക്കളുടെ ചലനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ദോലന ചലനങ്ങൾ എന്ന് പറയുന്നത്. ദോലനം എന്ന് വെച്ചാൽ ഓസിലേഷൻ. ഒരു ഇതാണ് സന്തുലിത സ്ഥാനം. ഈ സന്തുലിത സ്ഥാനത്ത് നിന്ന് ഇരുവശങ്ങളിലേക്കും മുന്നോട്ടും പിന്നോട്ടും വസ്തുക്കളുടെ ചലനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ദോലന ചലനങ്ങൾ എന്ന് പറയുന്നത്. ദോലന ചലനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനം, ഘടികാരത്തിലെ പെൻഡുലത്തിൻ്റെ ചലനം, വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം. അതൊക്കെ. ഇനി നമുക്ക് രണ്ട് രീതിയിലുള്ള ആവർത്തി പഠിക്കാനുണ്ട്. ആവർത്തി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി. ചെറിയ ആവർത്തിയിലുള്ള ചലനങ്ങളെയാണ് എന്തെന്ന് പറയുക? ദോലനങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ ആവർത്തിയിലുള്ള ചലനങ്ങൾ. ഇനി കൂടിയ ആവർത്തിയിലുള്ള ചലനങ്ങളെ എന്തെന്ന് പറയും? കമ്പനങ്ങൾ എന്നാണ് പറയുന്നത്. ട്യൂണിങ് ഫോർക്കൊക്കെ ഇല്ലേ, അതിൽ നിന്ന് കിട്ടുന്ന വൈബ്രേഷൻസൊക്കെ എന്താണ്? കമ്പനങ്ങൾ. അതെന്താണ്? കൂടിയ ആവർത്തിയിലാണ്. കൂടിയ ആവർത്തിയിലുള്ള ചലനങ്ങളെ കമ്പനങ്ങളെന്നും ചെറിയ ആവർത്തിയിലുള്ള ചലനങ്ങളെ ദോലനങ്ങളെന്നും പറയുന്നു. അപ്പോൾ ദോലനങ്ങളുടെ ഉദാഹരണം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്താ പറയുക? ഇളങ്കാറ്റിൽ മരച്ചില്ലകളുടെയും ഇലകളുടെയും ദോലനം, നങ്കൂരമിട്ടിരിക്കുന്ന ബോട്ടിൻ്റെ ആട്ടം, കാറിൻ്റെ എഞ്ചിനുകളിലെ പിസ്റ്റണിൻ്റെ ചലനം തുടങ്ങിയവയെല്ലാം എന്താണ്? മുന്നോട്ടും പിന്നോട്ടുമുള്ള ക്രമാവർത്തന ചലനങ്ങളാണ്. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ദോലനങ്ങൾ എന്നാണ് പറയുന്നത്. എന്നാൽ ട്യൂണിങ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ എന്താണ്? അത് കമ്പനമാണ് അല്ലേ? ഒരു പെൻഡുലത്തിൻ്റെ സ്വിങ്, ഇതെല്ലാം എന്താണ്? ഒരു കൂടിയ ആവർത്തിയിലുള്ള ചലനങ്ങളാണ്. കൂടിയ ആവർത്തിയിലുള്ള ചലനങ്ങൾ. അപ്പോൾ ചെറിയ ആവർത്തിയിലുള്ള ചലനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ദോലനങ്ങൾ എന്ന് പറയുന്നു. കൂടിയ ആവർത്തിയിലുള്ള ചലനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? കമ്പനങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം എന്ന് പറയുന്നത്. ദ്രുതഗതിയിൽ പെട്ടെന്ന് വീണയിലെ കമ്പി, ചെണ്ട കൊട്ടുമ്പോൾ തുകലിൻ്റെ ചലനം, ഇതെല്ലാം എന്താണ്? കൂടിയ അളവിലുള്ളതാണ്. എല്ലാ ദോലന ചലനങ്ങളും ക്രമാവർത്തന ചലനങ്ങളാണ് അല്ലേ? എല്ലാ ദോലന ചലനങ്ങളും, എല്ലാ ഓസിലേഷൻസും പീരിയോഡിക് മോഷൻ്റെ ക്രമാവർത്തന ചലനങ്ങളാണ്. എന്നാൽ എല്ലാ ക്രമാവർത്തന ചലനങ്ങളും ദോലന ചലനങ്ങളല്ല. അങ്ങനെ പറയാനുള്ള ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. വർത്തുള ചലനം ഒരു ക്രമാവർത്തന ചലനമാണ്. വർത്തുള ചലനം ക്രമത്തിലല്ല, എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ദോലനമാണോ? എന്നാൽ അത് ദോലന ചലനമല്ല. അപ്പോൾ വർത്തുള ചലനം എന്താണ്? ഒരു ക്രമാവർത്തന ചലനമാണ്, എന്നാൽ ദോലന ചലനമല്ല. അപ്പോൾ എല്ലാ ദോലന ചലനങ്ങളും ക്രമാവർത്തന ദോലന ചലനം എന്ന് പറയാൻ റിപ്പീറ്റായിട്ട് വരുന്നു. ഇതും റിപ്പീറ്റായിട്ട് നമ്മളിങ്ങനെ വട്ടം ചുറ്റുന്നത്. ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ വീല് കറങ്ങുന്നത് എന്താണ്? റിപ്പീറ്റായിട്ടാണ് ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ്? അപ്പോൾ ദോലന ചലനമല്ലേ? അത് ക്രമാവർത്തന ചലനമാണോ? അതും അത് തന്നെയാണ്. പക്ഷേ ഈ സൈക്കിളിൻ്റെ വീലിങ്ങനെ കറങ്ങുന്നത് അതൊരു ദോലന ചലനമായിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം ദോലന ചലനം എന്ന് പറയുമ്പോൾ ടു ആൻഡ് ഫ്രോ മോഷനാണ്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സ്ഥാനാന്തരത്തിനെ കുറിച്ച് പഠിക്കാം. സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഓസിലേഷൻസിലെ ക്രമാവർത്തന ചലനത്തിൻ്റെ സ്ഥാനാന്തരമാണ് പഠിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫ്രീക്വൻസി, ഈ വേവ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ സ്ഥാനാന്തരം ഏതൊരു വസ്തുവിൻ്റെയും സമയത്തിന് അധിഷ്ഠിതമായ മാറ്റത്തെയാണ് ക്രമാവർത്തന ചലനത്തിൽ സ്ഥാനാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതൊരു വസ്തുവിൻ്റെയും സമയത്തിന് അധിഷ്ഠിതമായ അതിൻ്റെ മാറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രമാവർത്തന ചലനത്തിൽ സ്ഥാനാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിനെ എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം. ഇവിടെ എത്തി. അപ്പോൾ അതാണ് സ്ഥാനാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നും എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നും നമ്മൾ സ്ഥാനാന്തരത്തിനൊരു ഇക്വേഷൻ ഉണ്ട്. അതാണത് കേട്ടോ. ഇപ്പോൾ ഇത് സൈൻ ഫംഗ്ഷനിലും കോസ് ഫംഗ്ഷനിലുമാണ്. എ സൈൻ ഒമേഗ ടി, എ കോസ് ഒമേഗ ടി, ഇത് രണ്ടും കൂടി ചേർന്നതും വരാറുണ്ട് കേട്ടോ. എ കോസ് ഒമേഗ ടി പ്ലസ് എ സൈൻ ഒമേഗ ടി രണ്ട് രീതിയിലും വരാറുണ്ട്.
അപ്പോൾ നമ്മൾ എ സൈൻ ഒമേഗ ടി എ കോസ് ഒമേഗ ടി ഇത് രണ്ടും കൂടിയതാണ് എ സൈൻ ഒമേഗ ടി പ്ലസ് എ കോസ് ഒമേഗ ടി എന്നും പറഞ്ഞിട്ടും നമുക്ക് വരാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് പറയുന്ന ഒരു ലഘുവായ ക്രമാവർത്തന ഫലനങ്ങളാണ് കേട്ടോ. ഇത് കൂടിച്ചേരലാണ് എ സൈൻ ഒമേഗ ടി പ്ലസ് എ കോസ് ഒമേഗ ടി. ഇതിൻ്റെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരിക. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ആവർത്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് ആവർത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ് 1/t ടൈം പീരീഡാണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് എന്താണ് ആംഗുലർ ഫ്രീക്വൻസി. ഇത് ചോദിക്കുന്നത് കോണീയ ആവർത്തി കണ്ടുപിടിക്കുക എന്നായിരിക്കും ചോദിക്കുക. കോണീയ ആവർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2πf. എഫ് എന്താണ് 1/t ആണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒമേഗ = 2π/t. അപ്പോൾ അതുപോലെ ആയതി എ ആണ് ആയതി, ആംപ്ലിറ്റ്യൂഡാണ് ആയതി എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കും. ഈ ഫ്രണ്ടിലുള്ള ഇക്വേഷൻ ഈ എ സൈൻ ഒമേഗ ടി ഇത് പഠിക്കേണ്ടതാണ് കേട്ടോ. ഈ ഫോർമുല പഠിച്ചു വയ്ക്കണം. എ സൈൻ ഒമേഗ ടി എ കോസ് ഒമേഗ ടി. ഈ എ എന്ന് പറയുന്നതാണ് ആവൃത്തി, ഇത് കോണീയ ആവൃത്തി. ഇത് എ എന്ന് പറയുന്നത് ആയതി ആട്ടോ. എ എന്ന് പറയുന്നത് ആയതി, ആംപ്ലിറ്റ്യൂഡ്. ഇത് കോണീയ ആവർത്തി, ഇത് ടൈം പീരീഡ്. ഇനി നമുക്കൊരു ഇക്വേഷൻ നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ക്രമാവർത്തന ചലനങ്ങളിലെ ആവർത്തന കാലം കണ്ടുപിടിക്കുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. x sin 2t എന്ന് തന്നിട്ടുണ്ട്, x = 5t. ഇത് ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഞാനൊന്ന് ഇതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. x = sin 2t. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? x = a sin ഒമേഗ ടി ആണെന്നറിയാം. a sin ഒമേഗ ടിയിൽ ഇതിൽ ഒമേഗ എന്താണെന്ന് തന്നിട്ടുണ്ട്? 2 ആണ് അല്ലേ. അപ്പോൾ 2 = ഒമേഗ. അപ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ എന്താ? 2πf ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒമേഗ 2 എന്നുള്ളത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2πf = 2 എന്ന് കിട്ടും. അപ്പോൾ എഫിന് എന്ത് കിട്ടും? f = 1/π. ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഇതിങ്ങനെ നിങ്ങളിത് കേട്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ x = a sin ഒമേഗ ടി. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? a sin 2t എന്താണെന്നുണ്ട്. അപ്പോൾ ഒമേഗ = 2 എന്ന് കിട്ടി. നമുക്ക് ഒമേഗയുടെ ഇക്വേഷൻ അറിയുമ്പോൾ എന്താണ്? 2πf = 2 ആണ്. അപ്പോൾ ഇനി എഫിനോട് നിർത്തിയിട്ട് 2/2π. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/π എന്ന് കിട്ടി. എന്താണ് ഇത് കിട്ടിയത്? ഇതെന്താ കിട്ടിയത്? ആവർത്തിയാണ് കിട്ടിയത്. ഇനി നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 1/f അല്ലേ, 1/f. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷന് എന്ത് ചെയ്താൽ 1/1/π. അപ്പോൾ = π. അപ്പോൾ ഇത്രയേ ഉള്ളൂ. t = π എന്ന് കിട്ടും. ഇനി ഇതൊന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ x = sin 5t. sin 5t എങ്ങനെ കണ്ടുപിടിക്കുക? ഒമേഗ 5 ആണെന്ന് കണ്ടുപിടിച്ചു. 5 = 2πf 5/2π ടി. അതിൽ എന്ത് ചെയ്യണം? നേരെ തിരിച്ചിട്ടാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു ചെറിയൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷനെ നമ്മൾ എന്ത് പറയുന്നു? സരള ഹാർമോണിക് മോഷൻ, ഹാർമോണിക് ചലനം എന്നും പറയും. സരള ഹാർമോണിക ചലനം എന്ന് പറയുന്നു സിമ്പിൾ ഹാർമോണിക് മോഷനെ. ക്രമാവർത്തന ചലനത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ത്വരണം സന്തുലിത സ്ഥാനത്തു നിന്നുള്ള സ്ഥാനാന്തരത്തിന് അനുപാതികവും സന്തുലിത ബിന്ദുവിലേക്കുമുള്ള ദിശയിലുമാണെങ്കിൽ ആ വസ്തു സരള ഹാർമോണിക് ചലനത്തിലാണെന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ്? നമ്മുടെ സന്തുലിതമായിട്ടുള്ള ഒരു സന്തുലിത സ്ഥാനത്ത് നിന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആക്സിലറേറ്റഡ് ആവുന്നുണ്ട്, അതുപോലെ അത് തിരിച്ച് ആക്സിലറേറ്റഡ് ആവുന്നുണ്ട്. തിരിച്ച് എന്ന് വെച്ചാൽ അവിടെ നിന്ന് നേരെ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a is directly proportional to -x എന്ന് കിട്ടും. ഇനി നമുക്കൊരു പിക്ചർ വരച്ചിട്ടാണെങ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ x = a sin ഒമേഗ ടി ആണ്. ഇനി ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ എത്തുമ്പോഴേക്കും എന്താണ്? ഒരു 5 ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ a sin ഒമേഗ ടി + 5 ആയിട്ട് ഒരു ഇനീഷ്യൽ ചേഞ്ച്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ള ഒരു ഇനീഷ്യൽ ചേഞ്ചിനെ നമ്മൾ ഇനീഷ്യൽ ചേഞ്ചിനെയാണ് നമ്മൾ ഒമേഗ ടി + 5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ a sin ഒമേഗ ടി + 5 എന്ന് കിട്ടും. ഇതാണ് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. ഫേസ് ആണ് ഒമേഗ ടി + 5. നമുക്കൊരു ഇക്വേഷൻ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു SHMൻ്റെ സ്ഥാനാന്തരം x = 2 sin 3t + π5 ആണെന്ന് വിചാരിക്കുക. താഴെ തന്നിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ കണ്ടുപിടിക്കാം. ആവൃത്തി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന കാലം എന്താണ്? t ആണ്. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആംഗുലർ ഫ്രീക്വൻസി കോണീയ ആവൃത്തി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് x = എന്താണ് ഇക്വേഷൻ? a sin
ഒമേഗ ടി പ്ലസ് 5 ആണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഇനീഷ്യൽ ഫേസ്. ഇനി എന്താ തന്നത്? 2 sin 3t പ്ലസ് പൈ 5 പൈ അങ്ങനെ എഴുതാം തന്നു. അപ്പോൾ 2 എന്താണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചൂടെ? എ ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയില്ലേ? ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 2 ആണെന്ന് കിട്ടി. ഇനി 3 എന്താണ്? ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു 3t. അത് നേരെ എഴുതിയിരിക്കുന്നത് 3 ആണ്. അപ്പോൾ ഒമേഗ എന്താണെന്ന് കണ്ടുപിടിച്ചു? 3 ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ? കോണീയ ആവൃത്തി നമുക്ക് കിട്ടി 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഒമേഗയുടെ ഇക്വേഷൻ അറിയാം. ഒമേഗ ഈക്വൽ ടു 2πf. എഫ് കണ്ടുപിടിക്കാൻ, ആവൃത്തി കണ്ടുപിടിക്കാൻ നമുക്ക് ചോദ്യത്തിലുണ്ട്. അപ്പോൾ എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒമേഗ നമുക്ക് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2πf. എഫ് ഈക്വൽ ടു 3/2π കിട്ടിയില്ലേ? എഫ് ഈക്വൽ ടു 3/2π കിട്ടി. ഇനി അപ്പോൾ ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഇത് നേരെ കൺവേർട്ട് ചെയ്താൽ പോരെ? 2π/3. അപ്പോൾ ചോദ്യത്തിൽ എല്ലാം കിട്ടി അല്ലേ? ഫേസ് എന്താണെന്നറിയാം. ഫേസ് എന്താണ്? ഫേസ് എന്താ? 5 ആണ്. 5 എന്താണ്? π/5. അതാണ് ഫേസ് എന്ന് പറയുന്നത്. അത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. പൈ ഉണ്ട് കേട്ടോ, സോറി കേട്ടോ. π/5 ആണ്. അപ്പോൾ നമുക്ക് ആവൃത്തി കിട്ടി, ആവർത്തന കാലം കിട്ടി, ആംപ്ലിറ്റ്യൂഡ് കിട്ടി, ഫേസ് കിട്ടി, ആംഗുലർ ഫ്രീക്വൻസി കോണീയ ആവൃത്തി കിട്ടി. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായ ചെറിയൊരു പ്രോബ്ലം മാത്രമാണ്. ഇനി ഇതിനും കൂടുതലായിട്ട് കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഫോഴ്സ്, ഇപ്പോൾ സരള ഹാർമോണിക് ചലനത്തിൻ്റെ ബല നിയമം പഠിക്കാനുണ്ട്. എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. സിമ്പിൾ പെൻഡുലത്തിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഇതൊന്ന് ചെറിയൊരു സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സിമ്പിൾ ഹാർമോണിക് മോഷൻ കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് HSCയിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് കേട്ടോ അത്.